വാർത്തകൾ തുടരുന്നു. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. SFIOയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് തുടർ നടപടികൾ സ്റ്റേ ആവശ്യപ്പെട്ട് CMRL രംഗത്ത് വന്നത്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, കേരള രാഷ്ട്രീയത്തിലടക്കം തന്നെ വളരെ കോളിളക്കം സൃഷ്ടിച്ച മാസപ്പടി കേസിലാണ് ഇപ്പോൾ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കുക. മറ്റു വിവരങ്ങൾ നിലവിൽ വൃന്ദ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസപ്പടി കേസിൽ വീണ്ടും ഒരു ഹർജി പരിഗണനയിലേക്ക് തന്നെ ഈ കേസ് പോവുകയാണ്. ഇതിനു മുമ്പും സമാനമായ രീതിയിൽ വാദം എല്ലാം കേട്ട് വിധി പറയാനിരിക്കെയാണ് ഈ ജഡ്ജി മാറിയതിനെ തുടർന്ന് ഈ കേസിൽ ഒരു മാറ്റമുണ്ടായത്. പുതിയ ബെഞ്ചിലേക്ക് ഈ കേസ് മാറുകയും അതിനുശേഷം വീണ്ടും ഹൈക്കോടതി തലത്തിലേക്ക് തന്നെ ഈ മാസപ്പടി കേസ് വീണ്ടും പോവുകയാണ്. നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് CMRL വീണ്ടും SFIOയുടെ തുടർ നടപടി വേഗത്തിലായതിനെ തുടർന്ന് CMRL വീണ്ടും ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി ആവശ്യപ്പെട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഈ പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഈ ചില പേപ്പറുകൾ അല്ലെങ്കിൽ കോടതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ചില പേപ്പറുകൾ മാധ്യമങ്ങൾക്കിടയിലും പ്രചരിപ്പിച്ചതിനെ തുടർന്ന് അതോടൊപ്പം എവിടെ നിന്നാണ്, ഏത് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് ഇത് പോയത് എന്നീ കാര്യങ്ങളിലെല്ലാം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഇതിലുണ്ട്. കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിൽ വ്യക്തത വരുത്തണം എന്നൊരു ആവശ്യകതയുണ്ട്. SFIOയുടെ കണ്ടെത്തലുകളും തുടർ നടപടികളും വളരെ വേഗത്തിൽ മുന്നോട്ട് പോയതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ CMRLും രംഗത്ത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഹൈക്കോടതി തലത്തിൽ ഇത് മുന്നേ വിഷയം ചെയ്ത ഒരു കാര്യമായി അല്ലെങ്കിൽ മുന്നേ വിഷയം ചെയ്ത ഒരു വിഷയമായതിൽ തന്നെ തീർച്ചയായും വീണ്ടും ഇത് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. നാളെയാണ് ദില്ലി ഹൈക്കോടതിയിൽ ഈ കേസ് അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുക. മറ്റു ചില കാര്യങ്ങൾ, അതായത് ഹൈക്കോടതിയിൽ പരിഗണനയിൽ വന്നില്ലെങ്കിൽ പോലും സുപ്രീം കോടതി ുള്ള ചില സാധ്യതകളുമുണ്ട്. ഇതിനു മുമ്പും ഹൈക്കോടതിയിൽ സമീപിച്ചതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ ഈ പുതിയൊരു ബെഞ്ചിന്റെ കീഴിലായിരിക്കും ഒരുപക്ഷെ ഈ കേസ് വീണ്ടും പരിഗണിക്കുക. വൃന്ദ, രേണുക, അതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപാകെ അനുമതിക്കായി സമർപ്പിച്ചിട്ടുണ്ടോ എന്നതടക്കം വ്യക്തമാക്കണം, അല്ലേ? തീർച്ചയായും അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ അനുമതിക്ക് പോയിട്ടുണ്ടോ എന്നീ ചില കാര്യങ്ങളിലും ചില വ്യക്തത കുറവുണ്ട്. അതെല്ലാമാണ് CMRന്റെ പുതിയ ഹർജിയിൽ ദില്ലി ഹൈക്കോടതിയിലേക്ക് സമർപ്പിച്ച ഹർജിയിൽ കൊടുത്തിരിക്കുന്നത്. വൃന്ദ, ശരി രേണുക.